ഓക്കെ, നമുക്കിനി വെക്ടറിനെ സംബന്ധിച്ച നെക്സ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം തന്നെ നമ്മളതിനെ ഒന്നുകൂടെ ഒരു ലെയർ ഡീപ്പ് ഡൗൺ ആയിട്ട് നമ്മളതിനെ നോക്കുവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് വെക്ടർ എ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏജും ഇൻകവും ഉണ്ടായിരുന്നു. സോ 20 year old ആൻഡ് 1 lakh സാലറി വരുന്ന ഒരു വെക്ടർ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന ഡയമെൻഷൻ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഏജിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. സോ വേറൊരു വെക്ടർ എടുക്കുമ്പോൾ ചിലപ്പം ആദ്യത്തെ ഒരു ഡയമെൻഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേറെ എന്തിനെങ്കിലും ആയിരിക്കാം. സോ രണ്ടാമത്തതെന്ന് പറയുന്നത് മന്ത്ലി സാലറി എന്നുള്ള രീതിയിലും ആവാം. ഓക്കെ, സോ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു ആരോ മാർക്ക് വെച്ച് ചെയ്തിരുന്നു. സോ ഇത് ഏജിനെ സൂചിപ്പിക്കുന്ന ആക്സിസ്, ഇത് മന്ത്ലി സാലറീനെ സൂചിപ്പിക്കുന്ന ആക്സിസ്. സോ ഇവിടെ 20യും ലൈക്ക് ഒരു 1 lakhും വരുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ആ ഒരു രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ആൻ ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഇത് ക്ലിയർ ആക്കി വരയ്ക്കാം. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് അതിനെ വരയ്ക്കാം. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമുക്ക് ബേസിസ് വെക്റ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഏജ് ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്റ്റർ, ഒരു സിംഗിൾ പാർട്ടും, അതുപോലെ സാലറി ഡയറക്ഷനിൽ ഒരു സിംഗിൾ പാർട്ടും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ, അതായത് ഇവിടെ നമുക്കൊരു യൂണിറ്റ് വെക്റ്ററും ഇവിടെ നമുക്കൊരു യൂണിറ്റ് വെക്റ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് യൂണിറ്റ് വെക്റ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയ ഈ ഒരു എ എന്ന് പറയുന്ന വെക്റ്റർ. അതായത് 1 times 20 എന്ന് പറയുന്ന നമ്പറും ദെൻ 1 times 1 lakh എന്ന് പറയുന്ന നമ്പറും ചേരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഈ വെക്റ്റർ എ നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ വെക്റ്ററിനും ഒരു ബേസിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ ഓരോ ഫണ്ടമെൻ്റൽ ഓരോ കമ്പോണൻറ്റും ഓരോ ബേസിസാണ്. അതായത് ഏജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസിസാണ്. അതുപോലെ സാലറി, മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു ബേസിസാണ്. ഇതൊരു 2D സ്പേസിൽ കിടക്കുന്ന ഒരു വെക്റ്റർ ആയതുകൊണ്ട് ഇതിന് 2 ബേസിസ് വെക്റ്റേഴ്സാണുള്ളത്. അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുൾ വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു വെക്റ്റർ വിത്ത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ബേസിസാണ് ഇതിൻ്റെ അടിസ്ഥാനം. ബേസിസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ആക്ച്വൽ വെക്റ്ററിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബേസിസ് വെക്റ്ററിനെ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്തിട്ട് അതിനെ പല മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ എക്സ് പാർട്ടും വൈ പാർട്ടും, ഇപ്പം 2 ഡയമെൻഷൻ വരുന്നതാണെങ്കിൽ അതിന് എക്സ് പാർട്ടും വൈ പാർട്ടും ആണുള്ളത്, അല്ലെങ്കിൽ 2 ആക്സിസ് ആണുള്ളത്. സോ അതിനെ നമ്മൾ സ്കെയിലപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് വെക്റ്റർ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് 50 year old 1 lakh സാലറിയുമുള്ള ഒരു വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് നമ്മുടെ ഈ ഇൻഡിവിജ്വൽ ബേസിസ് വെക്റ്ററിനെ, ഏജിൻ്റെ ബേസിസ് വെക്റ്ററായ 1നെ നമ്മൾ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ മന്ത്ലി സാലറിയുടെ ബേസിസ് വെക്റ്ററായ 1നെ 1 മാഗ്നിറ്റ്യൂഡുള്ള ആ യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ 1 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ബി എന്ന് പറയുന്ന വെക്റ്ററും നമുക്ക് ഇതേ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ബേസിസ് വെക്റ്റേഴ്സ് സെയിം ആണ്. ഓക്കെ, സോ ബേസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞത്. ഇതിൻ്റെയും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് കേസസ്, പ്രാക്ടിക്കൽ യൂസ് കേസസ്, ഈ ഒരു രീതിയിൽ ഇതിനെ എന്തുകൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ മെട്രിക്സസ് അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, നമ്മൾ വെക്ടറിൽ ചെയ്യുന്ന ഓപ്പറേഷനാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ വെറുതെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ എന്നുള്ള രീതിയിലായിരിക്കാം മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷേ ആക്ച്വലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് ഈ വെക്റ്റേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. സോ അവിടെ ഈ ബേസിസ് എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, സോ എല്ലാ വെക്റ്ററും ഒരു വെക്റ്റർ സ്പേസിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് ഒരു ബേസിസ് വെക്റ്റേഴ്സ് ഉണ്ടാവും. അത് എത്ര ഡയമെൻഷൻ ഉണ്ടോ ആ ഡയമെൻഷൻ അനുസരിച്ചുള്ള നമ്പർ ഓഫ് ബേസിസ് വെക്റ്റേഴ്സ് ഉണ്ടാവും. ആ ബേസിസ് വെക്റ്റേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും ഈ ആക്ച്വൽ വെക്റ്റർ വരുന്നത്.
അതുപോലെ തന്നെ ബേസിസ് വെക്ടേഴ്സ് എൻ്റെ ലീനിയർ കോമ്പിനേഷൻ കമ്പൈൻ ചെയ്ത് നമുക്ക് ഏത് വെക്റ്റർ വേണമെങ്കിലും ആ ഒരു വെക്റ്റർ സ്പേസിൽ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ എയും ബിയും കൺസ്ട്രക്ട് ചെയ്ത പോലെ തന്നെ. ഓക്കെ.